സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഒരു കാലാംശത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയമായി ഒരു പ്രധാനമായ ഒരു വിഷയമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുടുംബക്ഷേത്രം ആരുടേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അച്ഛൻ്റെതാണോ അമ്മയുടേതാണോ? എങ്ങനെയാണ് ആ കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെന്നൊക്കെ വളരെ വിശദമായിട്ട്, എങ്ങനെയാണ് ഒരു കുടുംബക്ഷേത്രം കിട്ടുന്നതെന്നൊക്കെ വിശദമായിട്ടൊരു പ്രഭാഷണം ഒരു മാസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1.5 മാസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രഭാഷണം വന്നതിന് ശേഷം അതിൻ്റെ താഴെ എൻ്റെ ഫോൺ നമ്പർ കണ്ടപ്പോൾ നിരവധി ആൾക്കാർ വിളിച്ച് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒന്നും കുടുംബക്ഷേത്രം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ കുടുംബക്ഷേത്രം എവിടെയാണെന്നറിയില്ല, ഞങ്ങൾക്ക് കുടുംബക്ഷേത്രം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോഴെനിക്ക് തോന്നി, എന്നാൽ ഇനി ഈ കുടുംബക്ഷേത്രം എങ്ങനെ കണ്ടെത്താം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെയ്താലോ എന്നൊരു തോന്നൽ. എന്നാൽ പിന്നെ നിരവധി ആൾക്കാരുടെ ഒരു സംശയത്തിനൊരു പരിഹാരമാകുമല്ലോ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ വിഷയം കുടുംബക്ഷേത്രം എങ്ങനെ കണ്ടെത്താം. എനിക്കില്ല എന്ന് പറയുന്നു. ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രം നിരവധി അന്വേഷിച്ചു, അവർക്കൊന്നും ഇല്ല, അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ 2 ചോദ്യമുണ്ട്. എങ്ങനെ കണ്ടെത്താമെന്നും എന്നെ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർക്ക് പകരം എന്ത് ചെയ്യാം എന്നുള്ളതും ഒരു കൃത്യമായിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ കുടുംബക്ഷേത്രമാണ് അന്വേഷിക്കുന്നത് നോക്കുക. വളരെ വിശദമായിട്ട് കുടുംബക്ഷേത്രം ആരുടേതാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് കുടുംബക്ഷേത്രം അച്ഛൻ വകയാണോ അമ്മ വകയാണോ നമ്മൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ആ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞുള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വിവരിക്കുന്നേ ഇല്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇപ്പം നമുക്ക് അമ്മയുടെ കുടുംബക്ഷേത്രം കാണുന്നില്ല, അല്ലെങ്കിൽ അറിയില്ല, അത് കണ്ടെത്തണം. അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബക്ഷേത്രം അറിയുന്നില്ല, അത് കണ്ടെത്തണം എന്നാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിഷമവും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് കണ്ടെത്താം. എളുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമല്ല, എന്നാലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാനിപ്പം പറയുമ്പോൾ വളരെ എളുപ്പം എന്ന് പറയും. നമ്മുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ്റെ യഥാർത്ഥ സ്ഥലം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആദ്യം അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലം, ആ സ്ഥലത്ത് അച്ഛൻ ജനിച്ചു വളർന്നതാണോ, അല്ല അച്ഛൻ്റെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കുറച്ച് വലുതായതിനു ശേഷമോ അച്ഛൻ്റെ അച്ഛനും മറ്റുള്ളവരും വന്നു ചേർന്നതാണോ എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ അവിടെ അച്ഛൻ വന്നതായിരിക്കാം, അച്ഛൻ്റെ അച്ഛൻ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് ഒരു നാട്ടിൽ വന്ന് അവിടെ താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർ എവിടെ നിന്ന് വന്നവരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവർ ചിലപ്പം മറ്റേതോ നാട്ടിലായിരിക്കാം, ചിലപ്പം കണ്ണൂർക്കാരാണെങ്കിൽ ചിലപ്പം അവരുടെ അച്ഛൻ കോട്ടയം ഭാഗത്തുനിന്നോ പാലയിൽ നിന്നോ തൊടുപുഴയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ കൊല്ലത്തു നിന്നൊക്കെ ജോലി സംബന്ധമായിട്ട് എങ്ങനെയെങ്കിലും ഇവിടത്തേക്ക് എത്തിച്ചേർന്നവരായിരിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും വന്നു, അവരിവിടെ താമസമാക്കി. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ വാസസ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കുമെങ്കിൽ അവരുടെ അച്ഛൻ്റെ സ്ഥലം മറ്റൊരു സ്ഥലത്തു നിന്ന് അച്ഛൻ തന്നെ ഇവിടെ വന്നു, പക്ഷേ അതിന് മുമ്പ് അവർ വേറൊരു സ്ഥലത്തായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവികരുടെ അടിവേര് കണ്ടെത്തണം എന്നർത്ഥം. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവർ ഏത് നാട്ടിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കണം. ആരോട് ചോദിക്കും? അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അച്ഛൻ്റെ തറവാടാണല്ലോ അങ്ങോട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അനുജന്മാരുണ്ടാവും, അനുജത്തിമാരുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും, അവരുടെ മറ്റ് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാണ് വേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ബന്ധപ്പെടുന്ന അവസരത്തിൽ അവർക്കറിയാൻ പറ്റും എന്താണ് അത് അച്ഛൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന നാട്ടിൽ നിന്നാണ് വന്നത്.
അപ്പോൾ ചോദിക്കും, അവിടെ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രവുമായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതിൽ പരമാവധി ആൾക്കാർ പറയാറ് എന്താണെന്ന് വെച്ചാൽ അതറിയില്ല, കാരണം ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, അവിടെയാണ് നാടെന്നറിയാം, അവിടെ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ എന്ന് അറിയില്ല എന്നായിരിക്കും പറയുക. അല്ല, അവരുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അന്വേഷിക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ആ നാട്ടിലേക്ക് നമ്മൾ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ നാട്, ആ ഏകദേശ സ്ഥലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നാട്ടിൽ എവിടെയെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉള്ള സ്ഥലമുണ്ടോ എന്ന് കണ്ടെത്തണം. ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ അവിടെ ഇല്ലാണ്ടിരിക്കില്ല. ആ വീട്ടുപേരോ അല്ലെങ്കിൽ അവരുടെ പൂർവിക വീട്ടുപേര്, ഇന്നത്തെ വീട്ടുപേര് പോലും മാറിയിട്ടുണ്ടാവും. പഴയ വീട്ടുപേരായിരിക്കില്ല ഇന്നുണ്ടാവുക, ആ വീട്ടുപേരൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ പഴയ വീട്ടുപേരിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരുടെ ആരെങ്കിലുമായിട്ട് അവിടെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അമ്മയുടെ കുടുംബത്തിൻ്റെ. അമ്മയെ വേറെ എവിടെ നിന്നും കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നതായിരിക്കാം, പക്ഷെ അവരുടെ അമ്മയുടെ സ്ഥാനം എവിടെയാണ്, അവരുടെ അച്ഛൻ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടെത്തി ഇനി ആ ക്ഷേത്രം നമ്മുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. എന്തുകൊണ്ട് ഉറപ്പിക്കണം എന്നറിയോ? ഇവിടെ പല ആൾക്കാർക്ക് കുടുംബക്ഷേത്രം എന്താണ് എന്നുള്ളതിന് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഈ കുടുംബക്ഷേത്രം എന്നത്? യാതൊരുവിധ സംശയവുമുണ്ട്. കുടുംബക്ഷേത്രത്തിൽ എൻ്റെ കുടുംബക്ഷേത്രമാണെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരും കർമ്മം ചെയ്യുന്ന ആൾക്കാരും എൻ്റെ ഇപ്പം അച്ഛൻ്റെ കുടുംബക്ഷേത്രങ്ങൾ അച്ഛൻ്റെ ബന്ധുജനങ്ങളായ ആൾക്കാരായിരിക്കും. അവിടെ ഒരു തരത്തിലും ദേവസ്വം ബോർഡോ മറ്റുള്ളവരോ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ ഊരാളന്മാരായിട്ടുള്ള ഏതെങ്കിലും ബന്ധുജനങ്ങൾ ഊരാളന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യം പിടിയിട്ടു. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അവിടുത്തെ നടത്തിപ്പും അവിടുത്തെ കർമ്മം ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ സംക്രമത്തിന് മാത്രം തുറക്കുന്നതായിരിക്കും, മാസത്തിലൊരിക്കൽ തുറക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അതായിരിക്കും നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് എളുപ്പം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരാണോ അവിടെ ഉള്ളതെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി ഈ അമ്മയുടേതും അച്ഛൻ്റെതും ഇതേപോലെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ആ കുടുംബക്ഷേത്രം കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കാട് കയറി കിടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉള്ളതായിരിക്കാം. എന്നിരുന്നാലും ആ പ്രീതിക്ക്, അവരുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ അവിടെയുള്ള ആൾക്കാരെ കാണുകയും അവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു വിളക്കെങ്കിലും കൊളുത്താൻ നമുക്ക് സാധിച്ചാൽ ആ ദേവതയുടെ പ്രീതി നമുക്കുണ്ടാകും. നമ്മുടെ ഒട്ടുമിക്ക ദോഷങ്ങൾക്കും കാരണം ഈ കുടുംബദേവതയുടെ അപ്രീതിയാണ്. എന്താണ് കുടുംബദേവത, എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഇനി ആ വീഡിയോ കേൾക്കാത്തവർക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും പറ്റും, എന്താണ് കുടുംബദേവത, എങ്ങനെയാണ് കുടുംബത്തിൽ എത്തിച്ചേരുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ കുടുംബദേവതയെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ സംക്രമത്തിനോ ഇനിയും അതുമല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ പോയി ഒരിക്കൽ പോരെ. ശരിക്കും പറഞ്ഞാൽ എത്ര തണ്ടു തൊഴുന്നു അത്രയും നമുക്ക് ഗുണമാണ്. ആ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താനുള്ള എന്തെങ്കിലും ചെയ്യുക. നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാവും, നമ്മുടെ അച്ഛനും അമ്മയെയും നമ്മൾ കാണാനൊന്നും പോകുന്നില്ല എന്നിരിക്കട്ടെ, അവരെ ശ്രദ്ധിക്കാനേ പോകുന്നില്ല, അവരെ അന്വേഷണമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യും? അതിൻ്റെ അടുത്ത് വരെ, അവരുടെ വീടിൻ്റെ അടുത്ത് വരെ പോകും, അടുത്ത വീട്ടിലൊക്കെ കയറിപ്പോകും. എന്നാലും നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ കാണാൻ പോകുന്നില്ലെങ്കിൽ അവർക്ക് നമ്മളൊരു നീരസം ഉണ്ടാവില്ലേ സ്വതവേ? അതേപോലെയാണ് നമ്മുടെ കുടുംബദേവതയെ നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല, അന്വേഷിക്കുന്നേയില്ല, ഒന്നുമില്ല. പകരം മറ്റു ഗുരുവായൂർ പോകുന്നുണ്ട്, ചോറ്റാനിക്കര പോകുന്നുണ്ട്, വാരണാസി പോകുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലത്തും പോകും. പക്ഷേ കുടുംബക്ഷേത്രത്തിൽ പോകില്ല. നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ല. സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പോകാതെ അവരുടെ അനുഗ്രഹം വാങ്ങാതെ മറ്റെവിടെ പോയിട്ടും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മയെ ബഹുമാനിക്കാതെ, നമ്മുടെ അച്ഛനെ ബഹുമാനിക്കാതെ, അവരെ തൊഴാതെ, അവരെ ആദരിക്കാതെ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ ആദരിക്കുകയോ അവരെ കാലുകൊട്ട് നമസ്കരിച്ചിട്ടോ ഒരു കാര്യമില്ല. ആദ്യമുള്ള നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ ആ ദേവതയെ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ വേണ്ടുന്ന എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു 100 എണ്ണയെങ്കിലും അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ അതിൻ്റെതായ ഒരു ചുവട് അങ്ങോട്ട് വെച്ചാൽ 10 ചുവട് ഇങ്ങോട്ട് വെക്കും. ഇനി വേറൊരു കാര്യം, ഇങ്ങനെയെല്ലാം അന്വേഷിച്ചു നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത്
അച്ഛൻ അച്ഛൻ താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന ക്ഷേത്രമാണ് അവർ എല്ലാവരും പോവുകയും വരികയൊക്കെ ചെയ്യാറ് എന്ന്. എന്നാൽ ആ നാട്ടിൽ അവർ സ്ഥിരമായി പോകുന്നതല്ല കുടുംബക്ഷേത്രം. അത് പ്രത്യേകം ഓർമ്മ വേണം. കാരണം കുടുംബക്ഷേത്രത്തിൽ കുടുംബദേവതയെ നിത്യം ആരാധിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബാംഗങ്ങളാണോ അവിടുത്തെ ഊരാളന്മാരും കർമ്മികളും ഒക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയല്ല. പക്ഷെ നമ്മൾ സ്ഥിരമായി പോകുന്നൊരു ക്ഷേത്രമുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമക്ഷേത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ദേശക്ഷേത്രമായിരിക്കും ഉണ്ടാവുക. ഈ ദേശക്ഷേത്രവും ഗ്രാമക്ഷേത്രവും വേറെയാണ്, കുടുംബക്ഷേത്രം വേറെയാണ്, മഹാക്ഷേത്രം വേറെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ആ ക്ഷേത്രം മനസ്സിലാക്കണം. നമ്മുടെ ഗ്രാമക്ഷേത്രത്തെ നമ്മൾ കുടുംബക്ഷേത്രം എന്ന് പറയാറില്ല. അത് ഗ്രാമത്തിൻ്റെ മൊത്തമായിട്ടുള്ളതാണ്. കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമുള്ളതാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന അവസരത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തെ നമുക്ക് കണ്ടെത്താനേ പറ്റാത്തൊരവസ്ഥ. നമ്മൾ അന്വേഷിച്ചിട്ട് തീരെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം, അല്ലാതെ നമ്മൾ അന്വേഷിക്കാനൊന്നും പറ്റൂല, അതിനൊന്നും മെനക്കെടാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മൾ പരിശ്രമിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അഥവാ പരിശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല, എങ്ങനെയും കണ്ടെത്തുന്നില്ല എന്ന ഘട്ടമെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അവരുടെ പിതാക്കന്മാർ, ഇപ്പം എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛന്മാരായിട്ട് കാലാകാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് തൊഴുന്ന ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സ്ഥിരമായിട്ട് പോയി തൊഴുന്ന ക്ഷേത്രം. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രം നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നേ ഇല്ല എന്നിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആൾക്കാർ അവരുടെ ആ തറവാട്ട് വീട്ടിൽ നിന്നും സ്ഥിരമായിട്ട് പോയി തൊഴുന്ന ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവനോട് പറയുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവൻ തൊഴുക, അതിനെ പ്രാർത്ഥിക്കുക. ഈ അവസരത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥനയും കൂടി നടത്തണം. എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുടുംബദേവത എന്ന് പറയുമ്പോൾ അമ്മയായിരിക്കും. അമ്മേ, എൻ്റെ കുടുംബദേവതയായിട്ടുള്ള അങ്ങയുടെ സ്ഥാനം എവിടെയാണെന്നറിയില്ല. അത് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നേ ഇല്ല. അതിനാൽ എന്നോട് മുഷിച്ചിലൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ അങ്ങയുടെ അനുവാദത്തോടു കൂടി, അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ ദേശക്ഷേത്രത്തിലെ ദേവതയെ നിത്യവും തൊഴാനും അതിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനും പോവുകയാണ്. അതിൽ അങ്ങയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ആ പിതാക്കന്മാരുടെ ദേശക്ഷേത്രം അല്ലെങ്കിൽ ഗ്രാമക്ഷേത്രത്തിൽ നമ്മൾ ആ ദേവതയെ നമ്മുടെ കുടുംബദേവതയായിട്ട് സ്വീകരിച്ച് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പരാതികളും, കാരണം നമ്മുടെ പൂർവികർ അവിടെയാണല്ലോ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്, അത്തരത്തിൽ അവിടെ ഇറക്കി വെക്കാവുന്നതുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ എത്ര കണ്ട് കാര്യം ചെയ്യുന്നു അത്രയും കണ്ട് ഉയർച്ച നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഒരുപടി ദുരിതങ്ങളാണ് ഉണ്ടാവുക. കാരണം നമ്മൾ നമ്മുടെ അമ്മയോട് ചെയ്യുന്നതിനെ അമ്മ ഒരിക്കലും നമ്മളോട് ദേഷ്യപ്പെടില്ല. പക്ഷേ എന്താണ്, അവരുടെ മനസ്സിനൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷമം എപ്പോഴും നമുക്ക് ശാപമായി തീരും എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം കണ്ടെത്തണം. ഇത്തരത്തിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ. നിരവധി ആൾക്കാർക്ക് അത്തരത്തിൽ പരിശ്രമത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതല്ലാതെ ഒരു തവണ പോയി അന്വേഷിക്കലല്ല. പലരോടും പലതരത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബക്ഷേത്രത്തെ കണ്ടെത്തും. എല്ലാവർക്കും കുടുംബക്ഷേത്രമുണ്ട് കേട്ടോ. ബ്രാഹ്മണന്മാർക്ക് മാത്രമായിട്ടില്ല, അതുപോലെ ഓരോ ജാതിക്കാർക്ക് മാത്രമായിട്ടില്ല, എല്ലാ വിഭാഗക്കാർക്കും, വളരെ താഴത്തെ നിലയിൽ മുതൽ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്ക് പോലും കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രം ഇല്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാകില്ല. കാരണം നമ്മുടെ പൂർവികരായ ആൾക്കാർ ആരാധിച്ചു വന്നിരുന്ന ആ ഒരു സ്ഥാനം. നമ്മൾ ചിലപ്പം നിരീശ്വരവാദിയായിരിക്കും, നമ്മുടെ അച്ഛൻ നിരീശ്വരവാദിയായിരിക്കും, പക്ഷേ അവരുടെയൊക്കെ പൂർവികന്മാർക്ക് അത്രയേറെ പ്രാധാന്യത്തോടുകൂടിയും ആദരവോടുകൂടി ഉപാസിച്ചു വന്ന ആ മൂർത്തിയെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. മറ്റെല്ലാവരും കൈവിട്ടാലും നമ്മുടെ കുടുംബക്ഷേത്ര ദേവത നമ്മളെ കൈവിടില്ല എന്നാണ് ഇത്. അറിയാലോ, നമുക്കിപ്പോൾ ഒരു വലിയൊരു കുറ്റകൃത്യങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തവരായാൽ പോലും പെറ്റമ്മ ഒരിക്കലും തള്ളിപ്പറയില്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന പോലെ പെറ്റമ്മ എപ്പോഴും എത്ര ദുരിതം ചെയ്താൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതാണ് പെറ്റമ്മയുടെ ഇത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുലദേവതയുടെയും പ്രാധാന്യം. അപ്പോൾ നമ്മളെ എല്ലാ ദുഃഖത്തിലും ദുരിതത്തിലും നമ്മളോടൊപ്പം നിന്ന് നമുക്ക് ഒരു സംരക്ഷണമേകേണ്ടതാണ് നമ്മുടെ കുടുംബദേവത. അപ്പോൾ ആ കുടുംബദേവതയെ നമ്മൾ കണ്ടെത്തുക, ആ കണ്ടെത്തിയിട്ട് നമ്മളതിനെ പ്രീതിപ്പെടുത്തുക. എന്നാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും തീരും. അങ്ങനെ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ആ പിതാക്കന്മാരുടെ ദേശക്ഷേത്രത്തിലുള്ള ദേവതയെ കുടുംബദേവതയായിട്ട് സ്വീകരിക്കുക എന്നർത്ഥം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക.
അതുപോലെ ഇത്തരത്തിൽ നിരവധി വീഡിയോസ് നമ്മുടെ ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. ഇതുപോലെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അത്തരം വീഡിയോകൾ. അതേപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള നിരവധി വീഡിയോ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? അങ്ങനെയുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, കൂടുതലും പ്രായമുള്ള ആൾക്കാരായിരിക്കും. ഈ വീഡിയോയുടെ തൊട്ട് താഴെ നോക്കൂ, സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലേ, അവിടെ നിന്ന് തൊട്ട് കൊടുക്കുക. ഇനി നോക്കൂ, അവിടെ ആ തൊട്ട് കൊടുക്കുന്നതിന് ഒരു മണിയുടെ ചിത്രം വരും, അവിടെയും ഒന്ന് തൊട്ട് കൊടുക്കുക, മതി. ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇട്ട കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്കൊരു സന്ദേശം വരുന്നത് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ എന്ന്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.